ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിവാഹം വിരൂപമാക്കരുത് എന്ന ധ്യാനചിന്ത നമ്മൾ തുടരുകയാണ്. നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയം, നിങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിച്ചത് യോഗ്യതയോടെയാണോ എന്ന കാര്യമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, മാരേജബിലിറ്റി. വിവാഹിതരാകുന്നവർ മാരേജബിലിറ്റി അവർക്കുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, എനിക്കും വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു, നല്ല സ്വഭാവക്കാരൻ. അവൻ്റെ വിവാഹം നടന്നു. കുറച്ച് അകന്ന ബന്ധത്തിലുള്ള ആരോ പറഞ്ഞ് കൊണ്ടുവന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് പിന്നെ ഒരുപാടൊന്നും അന്വേഷിക്കാൻ പോയില്ല. അവരാ കല്യാണം ഉറപ്പിച്ചു. കല്യാണം നടന്നു. ഇവർ രണ്ടുപേരും ഒരു 5-6 മാസത്തോളം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടവും. അങ്ങനെ അവർ ഹൃദയം കൊണ്ട് അടുത്തു. ഇത് കഴിഞ്ഞുണ്ടായ കാര്യമാണ്. ഇവളുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ. ഭർത്താവിനെ അവൾ മാന്തുന്നു, കടിക്കുന്നു. ആദ്യമൊക്കെ അവൻ വിചാരിച്ചു, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളല്ല ആയുള്ളോ, ഇഷ്ടം കൊണ്ടായിരിക്കാം, ആകട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, അവൻ്റെ ചെവിയെന്ന് മൂക്കെന്നൊക്കെ രക്തം വരാൻ തുടങ്ങി. പട്ടി കടിക്കും പോലെ കടിക്കുക. അപ്പോൾ ഇത് ശരിയാകില്ലല്ലോ എന്ന് കരുതി അവസാനം ഇവളെ ആശുപത്രിയിലെത്തിച്ചു. പിന്നീടാണ് ഒരു കാര്യം പുറത്തു വന്നത്. ഇവൾ കുറച്ച് നാളുകളായിട്ട് മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന. അങ്ങനെ ഒരു ശാന്തതയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, കെട്ടിച്ചാൽ അവൾക്ക് പൂർണ്ണ സൗഖ്യമായിക്കോളും. അങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് അവളെ വിട്ടത്. ആ രീതിയിൽ ഒരു കല്യാണം നടന്നിട്ട് കണ്ടില്ലേ, പൂർണ്ണ സൗഖ്യമാണോ കിട്ടിയത്? പറയുണ്ട്, മാരേജബിലിറ്റി ഇല്ലാത്തവർ കെട്ടാൻ പോയി കഴിഞ്ഞാൽ ആ വിവാഹം വിജയിക്കണമെന്നില്ല. പറയുണ്ട്, വിവാഹത്തിനുള്ള വിളിയുണ്ടാകണം, വിവാഹത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകണം, വിവാഹത്തിന് വേണ്ട കഴിവും ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നതാണ് വിവാഹ ജീവിതം എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഏതാനും ചില കാര്യങ്ങൾ. ഇപ്പം ആരോഗ്യപരമായ ലക്ഷ്യം നമുക്കുണ്ടാകാം വിവാഹിതരാകുമ്പോൾ. അത് മാരേജബിലിറ്റിയോടുകൂടിയുള്ള വിവാഹ ജീവിതമാണ്. ഇനി അതിന് ആവശ്യമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓണസ്റ്റി ആൻഡ് ഒതൻറ്റിസിറ്റി. ഭാര്യാഭർത്താക്കന്മാർക്ക് ഈ ഗുണമേന്മ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹ ജീവിതം ഐശ്വര്യപ്രദമാവും. ഓണസ്റ്റി ആൻഡ് ഒതൻറ്റിസിറ്റി, സത്യസന്ധത വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലാതെ കാര്യങ്ങൾ സത്യാവസ്ഥ മൂടി വെച്ച് വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ. ഓണസ്റ്റി. അതുപോലെ തന്നെ ഒത്തൻറ്റിസിറ്റി. നമുക്കറിയാം, ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാകാം, ഒറിജിനലായിട്ടുള്ള യഥാർത്ഥമായ സാധനം ഉണ്ടാകാം. ഓണസ്റ്റി, ഒതൻറ്റിസിറ്റി ഭാര്യ ഭർത്താക്കന്മാർക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റൊന്നാണ് ട്രാൻസ്പെറൻസി, സുതാര്യത. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ സുതാര്യതയുള്ള ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോണിൻ്റെ കാര്യത്തിലാണേലും ഭർത്താവിൻ്റെ ഫോൺ ഭാര്യ എടുക്കും, അവർക്ക് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മറുവശത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഭാര്യ എങ്ങാനും ഭർത്താവിൻ്റെ ഫോൺ കയ്യിലെടുത്തെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോൺ എറിഞ്ഞു പൊട്ടിക്കും. ഒരിക്കൽ ഭാര്യയെ സൂചിപ്പിച്ച കാര്യം, അച്ഛാ, പാതിരായ്ക്കാണേലും എൻ്റെ ഭർത്താവിനൊരു ഫോൺ കോൾ വരുമ്പോൾ ആ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഈ ഫോൺ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടാണ്. അവരുടെ മിറ്റം കഴിഞ്ഞാൽ പിന്നെ ഒരു റബ്ബർ തോട്ടം. ആ റബ്ബർ തോട്ടത്തിലും പോയി മറ്റും നിന്നുകൊണ്ടാണ് ബാക്കി സംസാരം. അടുത്ത് കിടക്കുന്ന ഭാര്യയ്ക്ക് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണെങ്കിൽ ഈ മനുഷ്യന് ഓടേണ്ട കാര്യം ഉണ്ടായിരുന്നു. പറയുകൊണ്ട് ഇങ്ങനെ സീക്രസി വെച്ച് പുലർത്തുന്നവരുടെ വിവാഹ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മുമ്പോട്ട് പോകില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് അനാരോഗ്യപരമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടി വേണമെങ്കിൽ വിവാഹിതരാകാം. അങ്ങനെയുള്ളവരുടെ വിവാഹ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകണമെന്നില്ല, സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്നില്ല, ഐശ്വര്യം ഉണ്ടാകണമെന്നില്ല. അവർക്ക് മക്കളുണ്ടായെന്ന് വരും. പക്ഷെ അത് പോരല്ലോ. ഐശ്വര്യപ്രദമായ ഒരു വിവാഹ ജീവിതം വേണമെങ്കിൽ ശരിയായ ലക്ഷ്യത്തോടു കൂടി വിവാഹത്തിലേക്ക് പ്രവേശിക്കണം. തെറ്റായ ലക്ഷ്യം ആ വിവാഹ ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്ന്, തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തോബിയാസ് പറയുന്നൊരു കാര്യം, കർത്താവേ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികാഭിലാഷത്താലല്ല, പരിശുദ്ധമായ പ്രേമത്താൽ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ സ്നേഹമില്ലാതെ ജഡികാഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിവാഹിതരാകുന്നവരുടെ വിവാഹ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അതിൻ്റെ പേരിൽ പോലും വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ നടമാടുന്നത് കാണാൻ പറ്റും. മറ്റൊന്നാണ്, കടം വീട്ടാൻ വേണ്ടിയോ വിദേശത്ത് പോകാൻ വേണ്ടിയോ വിവാഹത്തിന് സമ്മതിച്ചത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം അവരുടെ സ്വപ്നം അനുസരിച്ചല്ലെങ്കിലും അവർക്ക് അതിനേക്കാൾ വലിയൊരു സ്വപ്നമുണ്ട്, എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം, എങ്ങനെയെങ്കിലും എൻ്റെ കടം മാറ്റിയെടുക്കുക. അവിടെ പിന്നെ വേണമെങ്കിൽ ആ സ്ത്രീയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നോക്കിയില്ല, വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കിയില്ല,
കല്യാണം നടക്കട്ടെ, കാശ് കിട്ടുമല്ലോ, കടം വീട്ടാം, അല്ലെ വിദേശത്ത് പോകാം. അത് അനാരോഗ്യപരമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. വേറെ ചിലരെ കാണാൻ സാധിക്കും, ഏകാന്തത ഭയന്ന് കെട്ടാതിരുന്നാൽ പിന്നെ ഏകാന്തതയിലേക്ക് പോയെങ്കിലോ എന്ന് പേടിച്ചിട്ട് വിവാഹത്തിന് സമ്മതിച്ച വ്യക്തികളെ കാണാൻ പറ്റും. വേറെ ചിലർക്ക് സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഒരാൾ വേണം. കല്യാണം കഴിച്ച ഭാര്യയാണെങ്കിൽ പിന്നെ വിട്ടുപോകത്തില്ലല്ലോ, മറ്റുള്ളവർ ചിലപ്പം വിട്ട് അവരുടെ വീട്ടിലേക്ക് പോയെന്ന് വരും. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി വിവാഹം കഴിക്കുന്നതും അനാരോഗ്യപരമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. വേറൊന്ന്, സ്വയം വിലയുള്ളതായിട്ട് തോന്നാത്തത് കൊണ്ട് വിലയുണ്ടാകാൻ വേണ്ടി ചിലർ വിവാഹത്തിന് സമ്മതിച്ചത്. അതായത് ഞാൻ ഡോക്ടറുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു വിലയുണ്ടല്ലോ, ആ രീതിയിലൊക്കെ ഒരു വിവാഹം ഉണ്ടാകാൻ ആഗ്രഹിച്ച് അതിലേക്ക് പോകുന്ന വ്യക്തികളെ കണ്ടെന്ന് വരും. മറ്റൊന്നാണ്, കഴിഞ്ഞ വിവാഹത്തിലെ പരാജയം അതൊന്ന് ഇട്ടുമൂടാൻ വേണ്ടി ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നത്. കഴിഞ്ഞ വിവാഹത്തിൽ അവർ എന്നെ ഒരുപാട് കളിയാക്കി, എനിക്ക് കഴിവില്ലാത്തവനാണെന്ന്, അപ്പം അതുകൊണ്ട് ഞാൻ വേറൊരു കല്യാണം കഴിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. അങ്ങനെ അനാരോഗ്യപരമായ ഒരു ലക്ഷ്യത്തോടു കൂടെ വിവാഹത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, പിന്മാറിയാൽ പ്രേമിച്ചയാൾ പ്രതികാരം വിട്ടുവെന്ന് പേടിച്ചിട്ട് വിവാഹത്തിന് സമ്മതിച്ചവരുണ്ട്. അതും അനാരോഗ്യപരമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വീട്ടിലെ അസന്തോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്യാണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് വന്നതാണെങ്കിൽ അതൊക്കെ ശരിയായ ലക്ഷ്യമില്ലാതെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചതാണ്. അവിടെയൊക്കെ ദൈവം പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കൃപയുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള എന്തെങ്കിലും മേഖലകൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളാണെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമുക്ക് പ്രതിഷ്ഠാജപത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളിന്നൊരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത്, കള്ളത്തരത്തിൽ വിവാഹം നടത്തിയ പല ദമ്പതിമാരും ഉണ്ടാകാം, അവരുടെ ജീവിതത്തിൽ അതുപോലെ വന്ന കുറവ് പരിഹരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.